തന്റെ കാലഘട്ടത്തിലെ രാജകുമാരന്മാരുടെയും ചെറുപ്പക്കാരുടെയും ഉറക്കം കെടുത്തിയിരുന്ന വിശ്വസൗന്ദര്യത്തിന്റെ പര്യായമായിരുന്ന BC 51 മുതൽ 30 വരെയുള്ള കാലഘട്ടത്തിൽ അലക്സാണ്ട്രിയയിലെ ടോളമിക്ക രാജവംശത്തിലെ ഒരു ഈജിപ്ഷ്യൻ രാജ്ഞിയായിരുന്നു ക്ലിയോപാട്ര. നിർണായകമായ ഒരു കാലഘട്ടത്തിൽ റോമൻ രാഷ്ട്രീയത്തെ സജീവമായി സ്വാധീനിച്ച വിശ്വസുന്ദരി എന്നറിയപ്പെട്ട ക്ലിയോപാട്ര നിരവധി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. വിശ്വവിഖ്യാതമായ തന്റെ കൺപീലികൾക്കു നീലചായം നൽകാനായി ലാപിസ് ലസൂലി ചാലിച്ച കൺമഷി ഉപയോഗിച്ചിരുന്നു. ആകാശക്കല്ല് എന്നാണ് ലാപിസ് ലസൂലിയുടെ പേർഷ്യൻ ഭാഷയിലെ അർത്ഥം. കടുംനീല നിറമുള്ള ഈ ധാതു അഫ്ഗാനിസ്ഥാനിലെ ബഡാഷാൻ മേഖലയിലുള്ള കൊപ്ച താഴ്വരയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. സ്വന്തമായി ഒരു പെർഫ്യൂം നിർമ്മാണശാലയും ക്ലിയോപാട്രക്കുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ജൂലിയസ് സീസറിന്റെ കാമുകി എന്ന നിലയിലും പിന്നീട് മാർക്ക് ആന്റണിയുടെ ഭാര്യയായും ചരിത്രത്തിലും നാടകത്തിലും പ്രസിദ്ധിയായിരുന്നു ക്ലിയോപാട്ര. BC 51 ക്ലിയോപാട്രയുടെ പിതാവ് ടോളമി 12ന്റെ മരണത്തെ തുടർന്ന് രാജ്ഞിയായി. 2 സഹോദരന്മാരായ ടോളമി 13, ടോളമി 14, മകൻ ടോളമി 15 സീസർ എന്നിവരോടൊപ്പം തുടർച്ചയായി രാജ്യം ഭരിച്ചു. ഒക്ടാവിയനിലെ റോമൻ സൈന്യം അവരുടെ സംയുക്ത സേനയെ പരാജയപ്പെടുത്തിയ ശേഷം ആന്റണിയും ക്ലിയോപാട്രയും ആത്മഹത്യ ചെയ്തു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഈജിപ്ത് ഇതിനുശേഷം റോമൻ ആധിപത്യത്തിന് കീഴിലായി. ക്ലിയോപാട്രയെക്കുറിച്ചുള്ള ചിത്രകഥകളും പൗരാണിക കഥകളും നിരവധിയാണ്.